മണ്ണിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിനിധികൾ ശ്രീകാന്തും ഒപ്പം തന്നെ ജിഷ്ണുവും. ഇനി ഭാർഗവന്റെ മണ്ണിലേക്ക് തിരിച്ചു വരാം. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥികളുണ്ട്. ആദ്യം നമുക്കൊപ്പം ചേരുന്നത് സംഘത്തിന്റെ അഖില ഭാരതീയ ശാരീരിക് ശിക്ഷൺ സഹശാരീരിക് ശിക്ഷൺ പ്രമുഖായ ശ്രീ OK മോഹൻജിയാണ്. മോഹൻജി, എല്ലാവരും ഉറ്റുനോക്കുന്നത് സ്വാഭാവികമായിട്ട് ഇന്നത്തെ പൂജനീയ സർസംഘന്റെ വിജയദശമി പ്രസംഗം തന്നെയാണ്, ആ സന്ദേശം തന്നെയാണ്. എങ്ങനെ നോക്കിക്കാണാം? സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭാരതത്തിൻ്റെ, വിശേഷിച്ച് ലോകത്തിലെ ഏറ്റവും പ്രാചീന സംസ്കൃതിയുടെ പ്രതീകമാണ് ഭാരതം. ആ ഹിന്ദു സംസ്കൃതി അത് ലോകത്തിലെ അനേകം തരത്തിലുള്ള സഭ്യതകൾ ലോകത്തിന് പലതരത്തിലുള്ള സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അത്തരം സഭ്യതകളെല്ലാം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വെച്ചിട്ട് പിന്നീട് അത് ഉത്ഥാനം പോലെ തന്നെ അതിന് പതനവും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഭാരതത്തിലെ ആധ്യാത്മിക പുനരുദ്ധാനം എന്നാണ് ഭാരതത്തിൽ പറയുക. ഏതെല്ലാം സമയത്ത് നമുക്ക് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയുമായിട്ടുള്ള വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ വിജയത്തിന് ശേഷം പിന്നീട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ എത്തുന്ന സമയത്ത് മറ്റ് സ്ഥലങ്ങളിൽ സംഭവിച്ച പോലെ പതനം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഭാരതത്തിലെ എല്ലാ സമയത്തും പതനത്തിൻ്റെ അങ്ങനെ പോയിട്ടില്ല. ഓരോ സമയത്തും ഈ ഭാരതമാത, ഈ വിശേഷിച്ച് ഈ പുണ്യഭൂമിയിൽ അത്തരം അനേകം പുത്രന്മാരെ, ഈ നാടിൻ്റെ സംസ്കൃതിയെ പുനരുദ്ധരിക്കാൻ സാധിക്കുന്ന അനേകം മഹാപുരുഷന്മാർക്ക് ജന്മം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിൽ, ആദ്യ കാലഘട്ടം മുതൽക്ക് നമ്മൾ നോക്കിയാൽ, വിശേഷിച്ചിട്ട് ഈ ഒരു മഹാഭാരത കാലഘട്ടത്തിൽ ധർമ്മത്തിൻ്റെ മുകളിലുണ്ടായിട്ടുള്ള ആ ഒരു ആഘാതത്തെ മാറ്റുന്നതിന് ഭഗവാൻ ഗീതോപദേശം ചെയ്യേണ്ടി വന്നു. ആ ഭഗവത്ഗീതയും ആയിട്ട് ഭാരതത്തിൻ്റെ ലോകത്തിന് മുമ്പിൽ ആ ഒരു സന്ദേശം 5127 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതം ലോകത്തിന് ആ ഒരു സന്ദേശത്തെ നൽകിയിരുന്നു. പിന്നീട് ഗൗതമബുദ്ധൻ്റെ കാലം വന്നു, അതുപോലെ തന്നെ ശങ്കരാചാര്യരുടെ സമയം വന്നു, പിന്നെ മഹർഷി ദയാനന്ദ സരസ്വതിയുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അതുപോലെ തന്നെ രാമകൃഷ്ണദേവനെ പോലെയും വിവേകാനന്ദ സ്വാമിയെ പോലെയും വീര സവർക്കറെ പോലെയും സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകൾ മുഴുവൻ ഭാരതത്തിലെ പലതരത്തിലുള്ള ആളുകളുടെ ജന്മം ഉണ്ടായതുപോലെ കേരളത്തിലും ശ്രീനാരായണ ഗുരുവിനെ പോലെ, ചട്ടമ്പി സ്വാമികളെ പോലെ, അയ്യങ്കാളിയെ പോലെയുള്ള അനേകം വ്യക്തികളുടേതായിട്ടുള്ള പരിശ്രമങ്ങൾ കൊണ്ട് ഭാരതത്തിലും ആധ്യാത്മിക പുനരുദ്ധാനത്തിൻ്റെ, ഈ കേരളത്തിൻ്റെ മണ്ണിലും അനേകം തരത്തിലുള്ള ഈ നവോത്ഥാനം സംഭവിച്ചിട്ടുണ്ട്. സംഘസ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ജിയും ഇതിൻ്റെ ഒരു ശൃംഖലയായിട്ടാണ് 1925 ഈ രാഷ്ട്ര നവനിർമ്മാണ പ്രവർത്തനത്തിൻ്റെതായിട്ടുള്ള ഈ ഒരു പ്രക്രിയ, ഈ നാടിൻ്റെ സംസ്കൃതിയെ സംരക്ഷിക്കാൻ. സംസ്കൃതി എന്ന് പറയുമ്പോൾ സംസ്കൃതി എന്നുള്ളത് സംസ്കാരത്തിൽ നിന്നാണുണ്ട്. സംസ്കാരം എന്ന് പറയുമ്പോൾ ധർമ്മത്തിൽ നിന്നാണുണ്ട്. ധർമ്മം എന്ന് പറയുമ്പോൾ അത് സത്യത്തിൻ്റെ പാലനത്തിലൂടെയാണുണ്ടാകുക. അപ്പോൾ ഭാരതത്തിൽ സത്യത്തിൻ്റെതായിട്ടുള്ള പാലനം അത് നാമാവശേഷമായൊരു കാലഘട്ടത്തിൽ ആ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടേതുമായിട്ടുള്ള സംസ്കൃതിയെ ഭാരതീയ യുവ മനസ്സുകളിലേക്ക് നൽകി അടുത്തൊരു തലമുറയെ ഈ നാടിന് വേണ്ടിയിട്ടുള്ള നാടിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ളൊരു പരിവർത്തനം, അത് വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നവനിർമ്മാണം എന്നുള്ള ലക്ഷ്യത്തിലൂടെ ഡോക്ടർ ജി ആരംഭിച്ചു. ഇന്നത് 100 വർഷത്തിൽ എത്തിച്ചേരുമ്പോൾ സംഘം ആഗ്രഹിച്ച തരത്തിൽ സംഘത്തിലൂടെ സ്വയംസേവർ പ്രേരണ ഉൾക്കൊണ്ട് അനേകം തരത്തിലുള്ള വിവിധ ക്ഷേത്രങ്ങൾ ആരംഭിച്ചു. ആ വിവിധ ക്ഷേത്രങ്ങളെല്ലാം ഇന്ന് ഭാരതത്തിലെ 1ാം സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് അനേകം തരത്തിലുള്ള വെല്ലുവിളികളുണ്ടായി, അനേകം സ്വയംസേവരുടെ ബലിദാനം ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇന്ന് ഭാരതത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പരംപൂജനീയ സർസംഘചാലക് അല്ലെങ്കിൽ മാനനീയ സർക്കാർ വിഭാജി ഈ നാടിനെ കുറിച്ചിട്ടൊരു സന്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഭാരതത്തിലെ ജനങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ളൊരു ശക്തിയിലേക്ക് ഇന്ന് സംഘം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അത്ര വലിയ ഒരു വലിയ എന്താ പറയുക, നമുക്കൊരു ആലങ്കാരികമായി പറയുകയാണെങ്കിൽ ഒരു വലിയ വടവൃക്ഷമായി, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് സംഘം ഒരു ആത്മീയ ചൈതന്യവും ആ രീതിയിലുള്ള ഒരു അവതാരവും ഒക്കെ ആയിട്ടാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ വിശേഷിപ്പിച്ചത്. അത്രത്തോളം ഭാരതത്തിൻ്റെ ആത്മാവ് കാത്തു രക്ഷിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം. അതായത് സംഘത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് വളരെ സരളവും ലളിതവുമായിട്ടുള്ള പ്രവർത്തനമാണ്. അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിൽ പങ്കുചേരാം. വിദ്യാഭ്യാസം ഉള്ളവർക്ക് വരാം, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വരാം.
കടലോരത്ത് താമസിക്കുന്ന ആളുകളുണ്ട്, മലയോരത്ത് താമസിക്കുന്നവരുണ്ട്, പർവ്വത മുകളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. ഏതെല്ലാം പ്രദേശങ്ങളിൽ ഏതെല്ലാം പ്രായത്തിലുള്ള ആളുകൾക്ക് ഒരേ തരത്തിൽ ഒരേ സമയത്ത് ഒരേ കാര്യക്രമത്തിൽ 1 മണിക്കൂർ പങ്കെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും ഒരു നൂതന വിദ്യാഭ്യാസ പദ്ധതി പോലെ തന്നെയാണ് സംഘത്തിൻ്റെ ശാഖയിലെ ഈ ഭാരതീയ സംസ്കൃതിയുടെ പ്രശിക്ഷണം നൽകാൻ ഡോക്ടർജി ആഗ്രഹിച്ചത്. ഈ നാടിൻ്റെ ഗുരുകുല വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, ലക്ഷക്കണക്കിന് ഗുരുകുലങ്ങളുണ്ടായിരുന്നു. പക്ഷേ വൈദേശിക കടന്നു വരവ് സമയത്ത് നമ്മുടെ ഗുരുകുലങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ വീണ്ടും ഈ ഭാരതത്തിലെ അടുത്ത തലമുറയെ ശരിയായ തരത്തിലുള്ള കാഴ്ചപ്പാടും ദിശാബോധവും നൽകുന്നതിന് വേണ്ടി സംഘത്തിൻ്റെ സാധാരണ ശാഖയിലെ ഏറ്റവും സരളവും ലളിതവുമായിട്ടുള്ള കാര്യക്രമത്തിലൂടെ അനേകം വ്യക്തികളെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി. ആ പരിശ്രമങ്ങൾ ഇന്ന് ലോകത്തിലെ എല്ലാവരും ആ ഒരു പരിശ്രമത്തെ നോക്കിക്കാണുകയും അതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഭാരതത്തിലേക്ക് ഇന്ന് വരുന്നൊരു സാഹചര്യമുണ്ട്. തീർച്ചയായും എന്തായാലും ഒരുപാട് തിരക്കുകളുണ്ട്, ഒരുപാട് പരിപാടികളുണ്ട്. അതിനിടയിലാണ് പ്രിയപ്പെട്ട ജനം ടി വി പ്രേക്ഷകർക്കൊപ്പം പ്രിയപ്പെട്ട മോഹൻജി ചേർന്നത്. ഒരുപാട് നന്ദി മോഹൻജി. ഒപ്പം വിജയദശമി ആശംസകൾ നേരുന്നു. മോഹൻജിക്ക് തിരക്കുകളുണ്ട്, ഒന്ന് നമ്മൾ വിട്ടു പോവുകയാണ്. അടുത്തതായി വിജയേട്ടൻ കൂടി ചേരുന്നുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താം വിജയേട്ടൻ. നമസ്തേ. വിജയേട്ടൻ കൊച്ചി മഹാനഗരത്തിന്റെ സംഘചാലകാണ് അദ്ദേഹം. ഒപ്പം തന്നെ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലായി അദ്ദേഹം ഏറെക്കാലം സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ അഭിഭാഷകനായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. സംഘത്തിന്റെ ആദ്യകാലം മുതൽ സംഘ പ്രവർത്തകൻ, മുഴുവൻ സംഘത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച വിജയേട്ടനെ പോലുള്ള ഒരുപാട് പേരാണ് സംഘത്തെ വളർത്തിക്കൊണ്ട് വന്നത്. അവർക്കാണ് ഏറ്റവും ആധികാരികമായി സംഘം എന്താണ് ദിവസം ഒരു പക്ഷേ അത്രമേൽ പുണ്യമായിരുന്ന ദിവസമായിരിക്കും അല്ലേ വിജയേട്ടൻ? വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതേസമയത്ത് നമുക്ക് സംഘത്തിൽ കൂടെ കിട്ടിയിട്ടുള്ള ദൗത്യം, ചുമതല, അതിൻ്റെ ഗൗരവം നമ്മൾ കൂടുതൽ ഉൾക്കൊള്ളുന്നു. കൂടുതൽ വിനീത ഭാവത്തോടു കൂടിയിട്ട് സമാജത്തിൻ്റെ സേവനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങണം എന്ന് പരംപൂജനീയ മോഹൻജിയുടെ ആഹ്വാനം അത് നമ്മൾ ശിരസാ ചെവിക്കൊണ്ട് ഇന്നലെ വരേക്കാൾ ഊർജ്ജസ്വലതയോടുകൂടി സംഘപ്രവർത്തനം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പരീക്ഷണശാലയാണ് ചെറിയ യൂണിറ്റായ ശാഖ. അവിടെ തൊട്ടാണ് ഇത് തുടരുന്നത്. ശരിക്കും പറഞ്ഞാൽ സംഘത്തെ അറിഞ്ഞവർക്ക് ഇതൊരു അത്ഭുതമാണ്, അറിയാത്തവർക്ക് ചിലപ്പോൾ ചെറിയ അസൂയൊക്കെ ഉണ്ടാവും. ശരിയാണ്, വളരെ ശരിയാണ്. ഞാൻ 1968 സംഘശാഖയിൽ വരുന്ന സമയത്ത് 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. അതായത് ഇന്ന് ഒരു 57 വർഷം മുൻപ്. ആ സമയത്ത് അവിടെ വന്നിട്ടുള്ള പ്രചാരകൻ വളരെ സിമ്പിളായിട്ടുള്ള ആൾ വളരെ സ്നേഹപൂർവ്വം എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് ആ പ്രത്യേകമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അവതരണത്തിൽ എനിക്ക് വലിയൊരു വശ്യത, ഒരു സ്നേഹവും അതിന് തോന്നി. അന്ന് എൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലത്താണ് സംഘശാഖ. അവിടെ മലപ്പുറം ജില്ലയിലാണ്. പ്രാദേശികമായിട്ടുള്ള എതിർപ്പുകളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ വലിയ എതിർപ്പുകളൊന്നുമില്ലാതെ നമ്മുടെ കുടുംബത്തിൻ്റെ വക സ്ഥലത്ത് അച്ഛനെന്ന് മുൻകൈ എടുത്ത് അച്ഛനും അതിൻ്റെ കൂടെ നിന്നു. അങ്ങനെ ഒരു സാപ്താഹിക് ശാഖയിൽ പോകാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അപ്പോൾ നമ്മളൊന്നും അറിയില്ല, വലിയൊരു മഹാദൗത്യത്തിൻ്റെ ചെറിയൊരു ഭാഗമാണെന്ന് അന്ന് അറിഞ്ഞില്ല. പക്ഷെ ക്രമേണ സംഘത്തിൻ്റെ ചെറിയ ചെറിയ ചുമതലകൾ വന്നിട്ട് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ചെറിയൊരു അംശമാവാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. ഈ ജന്മത്തിൻ്റെ തന്നെ ഒരു സൗഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നു. അതിൽ തീർച്ചയായിട്ടും ഞാൻ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ദിവസം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും 100ാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയെ സംബന്ധിച്ചിട്ട്, പ്രത്യേകിച്ച് ഭാരതത്തിലെ മറ്റൊരു സംഘടനയ്ക്കും സാധിക്കാത്ത ക്രമാനുഗതമായിട്ടുള്ള വളർച്ചയാണ് സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നത്. നേരത്തെ മോഹൻജി പറഞ്ഞ പോലെ സംഘത്തിൻ്റെ ആശയത്തിൻ്റെ വൈശിഷ്ട്യവും സംഘത്തിൻ്റെ പ്രവർത്തന ശൈലിയുടെ സരളതയും അതുകൊണ്ട് എല്ലാവരും ഉൾക്കൊള്ളിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഈ 2 കാരണം കൊണ്ടാണ് സംഘം ക്രമാനുഗതമായിട്ട് വളർന്നത്. ഇന്ന് ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നു വന്നത്. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. തീർച്ചയായും വളരെയധികം സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് വിജയേട്ടനെ പോലെയുള്ള ഒരുപാട് പേര്. വിജയേട്ടാ ഇരിക്കാം. സൈതോട്ടനും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൈതോട്ടാ ഇരിക്കും. വിജയേട്ടാ ഇരിക്കും. സൈതോട്ടനും കൂടി ചേരുന്നുണ്ട്. സൈതോട്ടാ ഒരു പക്ഷേ ഒരുപാട് ഏതാണ്ട് 80 വർഷത്തോളം സംഘത്തിന്റെ ഏതാണ്ട് സിംഹഭാവത്തോളം സൈതോട്ടനും ഈ യാത്രയിലുണ്ടായിരുന്നു. സൈതോട്ടാ ഈ നിമിഷം എന്ത് തോന്നുന്നു? വളരെ ആനന്ദകരമായിട്ടുള്ളൊരു അവസരമാണിപ്പോൾ. പ്രത്യേകിച്ച് ഈ ഒരു സംഘത്തിൻ്റെ 100ാം വർഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കത് കാണാൻ സാധിച്ച ആൾക്കാരുടെ ഭാഗ്യശാലികളാണ് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആരംഭം, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് ആർക്കും നമ്മുടെ സംഘത്തെക്കുറിച്ച് വലിയ അഭിപ്രായമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ പ്രചാരകനായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പല സ്ഥലത്തും പോകുമ്പോൾ ശാഖ തുടങ്ങുമ്പോൾ അവർ പറയും
ഇവിടെ മുസ്ലിങ്ങളുടെ വളരെ ശക്തി കേന്ദ്രമാണ്. ഒരു സാഗമാണ് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞിരുന്നു. മറ്റു ചില സർബ് ഇവിടെ ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങളാരുമില്ല, അതുകൊണ്ട് ഇവിടെ സംഘത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഘടന എന്നൊരു ധാരണ ഉണ്ടായത്. പക്ഷേ സംഘടന വളർന്ന സംഘടന പല മേഖലകളിലേക്കും വളർന്ന് ഇന്ന് നമുക്ക് കാണുന്നത് ഏത് സ്ഥലത്തും സംഘത്തിന് സ്വീകാര്യതയാണ്. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, വളരെ മുതിർന്ന ആൾക്കാർക്ക് സംഘത്തെക്കുറിച്ച് എന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും പരസ്യമായിട്ട് ഒരു മുന്നോട്ട് വരാൻ തയ്യാറാവില്ല. ഇന്ന് നമ്മുടെ സംഘടനയെ സ്വീകരിക്കാനും ഞങ്ങളുടെ പരിപാടിയിൽ വരാനും എല്ലാവരും തയ്യാറാകുന്ന ഒരു അവസ്ഥ. ഈ സ്വീകാര്യത വന്നിട്ടുണ്ട്. എതിർപ്പുകൾ ഇല്ല എന്നല്ല, സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ ഈ ഒരു ദേശീയത വളർന്നതിന് വിരോധിക്കുന്നവരുടെ ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ അതിനെല്ലാം മറികടന്നിട്ട് വലിയൊരു സ്വീകാര്യത ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് നിശ്ചയമായിട്ടും വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. പാകിസ്ഥാൻ പാർലമെന്റിൽ വരെ ഇമ്രാൻ പറഞ്ഞു അവിടെ ഒരു RSS സംഘടനയുണ്ട്, അവരെ തകർക്കാതെ ഭാരതത്തെ തകർക്കണമെങ്കിൽ സംഘം ഇല്ലാതാവണം. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ ഭാരതത്തിന്റെ ആത്മാവ് ഇത്രത്തോളം കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഘടന. അത് മാത്രമല്ല സേതുട്ട, ഇപ്പൊ ഇവിടെ ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു പ്രാന്തകാര്യത്തിൽ ഉദ്ഘാടന സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ട ദിവസമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ ഈ സ്ഥലത്തിരിക്കുമ്പോൾ സേതുട്ട് ഉണ്ടാവും. അതെ, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നാട്ടിലെ ജനങ്ങൾ നമ്മുടെ സ്വയംസേവകർക്ക് പൈസ പിരിച്ചൊക്കെ ഇങ്ങനെ കെട്ടിടം ഉണ്ടാക്കി. അതിൻ്റെ ഉദ്ഘാടന അവസരത്തിൽ മാന്യ യാദവരാജ് ജോഷി ഉണ്ടായിരുന്നു. ഇവിടുത്തെ പാല് കാച്ചൽ കഴിഞ്ഞ പൂജയൊക്കെ കഴിഞ്ഞ ആ സമയത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായിട്ടും എല്ലാം വരുന്നത്. പക്ഷേ യാദവരാജ് ജോഷിക്ക് അതിൻ്റെതായുള്ള അപകടം മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട്, അന്ന് നമ്മുടെ ഇവിടുത്തെ പ്രാന്തീയ ബൈഠക്ക് വെച്ചുള്ള സമയമായിരുന്നു, യാദവരാജ് പറഞ്ഞു ഈ നിരോധനം ഇവിടെ നിൽക്കില്ല, അത് RSSൻ്റെ നിരോധനത്തിലും കൂടി ഉണ്ടാകും. അപ്പോൾ മുൻകൂട്ടി തന്നെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവിടുന്ന് തന്നെ എല്ലാ സ്വയം സേവകരും തിരിച്ചു പോയിട്ട് കാര്യകർത്താക്കളും പോയിട്ട് നമ്മുടെ കാര്യാലയം ഒഴിയുക, പ്രചാരകന്മാർ അണ്ടർഗ്രൗണ്ടിൽ പോവുക, സംഘചാലകന്മാരും കാര്യവാഹന്മാർക്ക് ഗൃഹസ്ഥന്മാരാണ്, അവർ അറസ്റ്റിന് വിധേയമാകുക, നിയമപരമായിട്ട് അവർക്ക് പുറത്തു വരാൻ സാധിക്കുന്ന നിയമ നടപടികളെടുക്കുക. പക്ഷേ ഒരു ദീർഘമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് നമ്മൾ തയ്യാറാകേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പിരിച്ചുവിടുക ചെയ്തത്. അത് കഴിഞ്ഞ ശേഷം 19 മാസത്തിന് ശേഷമാണ് ഈ കാര്യത്തിലേക്ക് നമുക്ക് കയറാൻ സാധിച്ചത്. അതെ, പാലുകാച്ചൽ കഴിഞ്ഞ് അല്ലേ? അപ്പൊ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. 19 മാസത്തിന് ശേഷമാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിവിടെ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഈ പോലീസുകാരുടെ കയ്യിൽ ഇവിടുത്തെ എല്ലാ തെങ്ങിൻ്റെയും തേങ്ങയൊക്കെ എടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ കരിക്കൊക്കെ കഴിച്ചിട്ട് ഈ ചപ്പും ചവറും എല്ലാം കിട്ടുന്ന സ്ഥിതിയായിരുന്നു. അത് പിന്നെ വീണ്ടും നമ്മൾ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഒരുപക്ഷെ സ്വന്തമായിട്ടൊരു വീട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീട് പാല് കാച്ചൽ കഴിഞ്ഞ് പിന്നെ കയറുന്നത് 19 ദിവസം പക്ഷേ നമുക്ക് ആ കാലഘട്ടത്തിൽ പിന്നെ കയറുന്ന സമയത്തുള്ള സംഗതി ഏറ്റവും വലിയ ഏകാധിപത്യത്തെ പൂർണ്ണമായിട്ടുള്ള അഹിംസാ സിദ്ധാന്തത്തിൽ കൂടിയിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നിരോധനം പിൻവലിക്കാം, അന്ന് നടന്ന ഇലക്ഷനിൽ സംഘം സജീവമായിട്ട് പങ്കെടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘത്തിൻ്റെ മുതിർന്ന അധികാരികൾ ഫീഡിങ് അന്നത്തെ ഭരണാധികാരികളിൽ നിന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഭാവറാവ് ദേവർസിയെ പോലുള്ള ആൾക്കാരും തേങ്കരിജിയൊക്കെ വന്ന ആൾക്കാർ പറഞ്ഞത്, നമുക്ക് സംഘത്തിൻ്റെ നിരോധനം പിൻവലിക്കലല്ല മുഖ്യം, ഈ നാട്ടിലെ ജനാധിപത്യം സംരക്ഷിക്കുക, പൗരാവകാശം നിലനിർത്തണം, അതിനു വേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിരോധനം പിൻവലിക്കുന്ന കുറിച്ച് നമ്മൾ സൗകര്യം പറഞ്ഞോളാം. സംഘത്തിന് പ്രധാനം നമ്മുടെ നാടിൻ്റെ പൗരാവകാശം നിലനിർത്തലാണ്. അതായിരുന്നു അന്നത്തെ അധികാരികളെ. എനിക്ക് തോന്നുന്നു അതിനുശേഷമുള്ള ഓരോ സമയം, പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ണൂരിലെ സംഘർഷങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സേതുവേട്ട ആ സമയത്തൊക്കെ സേതുവേട്ടനാണ് ഈ സംഘടനയുടെ ഒരു അമരത്ത് ഉള്ളത്, കൂടുതൽ ഉത്തരവാദിത്വം, അങ്ങനെയാണല്ലോ പറയുക. സംഘത്തെ സംബന്ധിച്ചിടത്തോളം ചുമതലയും ഉത്തരവാദിത്വമാണ്, പദവിയല്ലല്ലോ. അതെ, ആ സമയത്ത് പ്രത്യേകിച്ച് മലബാർ ഭാഗത്തിൻ്റെ കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ട് ഞാനിവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് പ്രഖ്യാപിച്ച ഉടനെ ആ വർഷമാണ് എനിക്ക് വിഭാഗ പ്രചാരം എന്നുള്ള ചുമതല കിട്ടിയത്. അതുകൊണ്ട് എറണാകുളം കേന്ദ്രമാക്കാൻ നിവൃത്തിയില്ല. ആലുവയിൽ ഞാൻ ജില്ലാ പ്രചാരക്കായിരുന്നു. ആലുവയെ കുറിച്ചും കൂടുതൽ ഒളിവിൽ പ്രവർത്തിക്കാൻ അവിടെ സൗകര്യമാണ്. പക്ഷേ എറണാകുളത്തെ പ്രവർത്തനത്തിന് കൂടി ചുമതല ആ സമയത്ത് വന്നിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സത്യാഗ്രഹ പരിപാടിക്ക് കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത ഘട്ടമുണ്ട്. ആ സമയത്താണ് ഞാൻ കോഴിക്കോട് വിഭാഗ പ്രചാരകൻ്റെ ചുമതല എടുത്തത്. പൂർണ്ണ കണ്ണൂരും എല്ലാം നമ്മുടെ പ്രവർത്തന മേഖലയിൽ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നമുക്ക് അനുഭവം ഉണ്ടായതെന്ന് വെച്ചാൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളുണ്ട് കണ്ണൂരിൽ, അവിടങ്ങളിൽ പോലും സംഘത്തിന് നല്ല സ്വീകാര്യത വന്നു.
കാരണം കമ്മ്യൂണിസ്റ്റുകാർ കുറ്റകരമായിട്ട് നിഷ്ക്രിയത അവർ ആ കാലത്ത് പ്രവർത്തിച്ചു. അതുകൊണ്ട് ആ പാർട്ടിയിലെ യുവാക്കന്മാർക്ക് സംഘത്തിൽ വരാനും നമ്മുടെ സംഘത്തിൻ്റെ അടിയന്തരാവസ്ഥ സമയത്തുള്ള സംഘത്തിൻ്റെ സ്വയംസേവയുടെ പ്രവർത്തനമൊക്കെ കാരണം നല്ല രീതിയിലുള്ള സ്വീകാര്യത ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നമ്മുടെ നിങ്ങൾ കേട്ട് കാണും പാലുണ്ട ചന്ദ്രൻ. പാലുണ്ട ചന്ദ്രൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർക്കറുടെ അവിടുത്തെ കല്ല് തൊഴിലാളി യൂണിയൻ ആയിട്ടുള്ള അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള നാണുവേട്ടൻ്റെ മകനാണ്. കമ്മ്യൂണിസ്റ്റ് CPM-ന്റെ പ്രവർത്തകൻ്റെ മകനാണ്. കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ അദ്ദേഹം ഒരു ശാഖ ആരംഭിക്കാൻ അവിടെ നമ്മുടെ കോളേജ് വിദ്യാർത്ഥികളുടെ പ്രവർത്തനത്തിൽ ചന്ദ്രൻ സമ്പർക്കത്തിൽ വന്നിരുന്നു. അയാൾ അവിടെ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇതുപോലെ അവിടെ മാത്രമല്ല കതിരൂര്, പത്തായിക്കുന്ന് ഈ പ്രദേശങ്ങളിലെല്ലാം സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ആ സമയത്ത് മാർക്സിസ്റ്റുകാർക്ക് അടിയന്തരാവസ്ഥ കഴിഞ്ഞു, അവർ പരാജയപ്പെട്ടു, കോൺഗ്രസിന് ജയമുണ്ടായി. ആ നിലയ്ക്ക് കേരളത്തിലെ ആ സമയത്ത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷവും കോൺഗ്രസിന് വിജയം വന്നു എന്നുള്ളതിൻ്റെയും കാരണം കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അവർ അടിയന്തരാവസ്ഥയുടെ ഭീകരതയേക്കാൾ ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസ് മറ്റേ കമ്മ്യൂണിസ്റ്റുകാരുടെ അക്രമ രാഷ്ട്രീയം ഉണ്ടല്ലോ അതിനോടുള്ള വിരോധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ BJP അത്ര ജനസംഘത്തിന് അത്ര വലിയ ശക്തി ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരോടുള്ള വിരോധമാണ് വാസ്തവത്തിൽ കേരളത്തിൽ കോൺഗ്രസ്സുകാർക്ക് വീണ്ടും ഭരണം കൊടുക്കുന്ന സാഹചര്യം. ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാർ RSSൻ്റെ പ്രവർത്തനമാണ് അവർക്ക് തടസ്സം എന്ന് ചിന്തിച്ചുകൊണ്ട് കേരള വ്യാപകമായിട്ട് അവർ വർഗീയതാ വിരുദ്ധ പ്രചരണം അവർ വ്യാപകമായിട്ട് കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളിലും ബാക്കി സ്ഥലത്തെല്ലാം തന്നെ അതിൽ ഏറ്റവും പ്രകോപനം ഉണ്ടാകുന്ന വിധത്തിൽ RSSകാരെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ തല്ലിക്കൊല്ലണം എന്നുള്ള പ്രചരണങ്ങളായിരുന്നു. ആ പ്രചരണം മാത്രമല്ല, അതിൻ്റെ പിന്നിൽ പിന്നെ സംഘത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ തുടങ്ങി. കണ്ണൂർ, ആലപ്പുഴ, അതേപോലെ തന്നെ കഞ്ചിക്കോട്, പാലക്കാട്, ഇതുപോലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏതൊക്കെ സ്ഥലത്താണോ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിക ഏരിയ തൃശ്ശൂർ, ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ശക്തി കേന്ദ്രങ്ങൾ എവിടെയുണ്ടോ അവിടെ മുഴുവൻ ഈ കൊലപാതക രാഷ്ട്രീയത്തിന്റെ തുടക്കം കുറിച്ചു. ഒരു ഭീതി ഉണ്ടാക്കി സംഘപ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ളൊരു മിഥ്യാധാരണ അത് ആ രീതിയിൽ അവർ തുടങ്ങി. നമുക്ക് ചില സ്ഥലത്ത് ചെറുത്ത് നീക്കേണ്ടി വന്നു. എത്ര തന്നെയാണെങ്കിലും ശരി, സ്വയം മരണത്തിന് നിന്ന് കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മുടെ സ്വയംസേവയുടെ ഭാഗത്തുനിന്ന് ആ സമയത്ത് റിട്ടേലിയേഷൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ആ ഒരു കാലഘട്ടം ഏകദേശം ഒരു 90-92 വരെയുള്ള കാലഘട്ടം അതായിരുന്നു. ആ സമയത്ത് നമ്മുടെ മാന്യ താങ്കടിജി അദ്ദേഹം വളരെ കാര്യമായിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാമമൂർത്തി അവരൊക്കെ ഒരുമിച്ച് എറണാകുളത്ത് വെച്ചിട്ട് ഈ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമ്മേളനം വെച്ചിരുന്നു. ചെറിയ നമ്മുടെ മാന്യ ഭാസ്കർ, മറ്റേ ഹരിയേട്ടൻ, മാധവ്ജി, രാമമൂർത്തി ഇതുവരെല്ലാം കൂടി ഇവിടെ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് നടത്തിയത്. അത് കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ മാർക്സിസ്റ്റ് അണികൾ അത് സ്വീകാര്യമല്ല എന്നുള്ള നിലയ്ക്കായിരുന്നു. ആ തരത്തിലുള്ള പരിശ്രമം 1-2-3 പ്രാവശ്യം നടന്നു. പരമേശ്വർജി ഡൽഹിയിൽ ഇതേപോലെ നയനാരൊക്കെ വന്ന സമയത്ത് വിളിച്ചു കൂട്ടിയിട്ടൊരു പരിപാടി നടത്താനൊക്കെ നിശ്ചയിച്ചിരുന്നു, സമാധാന സംഭാഷണത്തിൻ്റെ. പക്ഷേ നയനാർ അവിടെ ഇവിടെ വരുന്നതിന് മുമ്പ് അനവധി ഗ്രാമങ്ങളിൽ മാർക്സിസ്റ്റുകാർ ആക്രമണങ്ങൾ നടത്തിയതാണ്. അതുകൊണ്ട് ആ സമയത്ത് ഒരു തയ്യാറായിരുന്നില്ല. ഇവിടെ കൃഷ്ണയ്യർ വിളിച്ചു കൂട്ടിയ ഒരു യോഗം, അതിൽ ഞാനും മുകുന്ദനും അനന്തേട്ടനും ഒക്കെ പങ്കെടുത്തിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ ശേഷം പരിപാടികളൊക്കെ കഴിഞ്ഞാലും അവരവരുടെ പരിപാടി തുറന്നുകൊണ്ടിരുന്നു. സമാധാനത്തിന് ഒരിക്കലും അവർ തയ്യാറായിട്ടില്ല. അവസാനം ഈ ആക്രമണം സംഘത്തിനോട് വില പോകില്ല എന്ന് അവർക്ക് തന്നെ തോന്നി. അങ്ങനെ ക്രമേണ അവർ നിർത്തി. ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ചെയ്തിട്ട് കുറച്ചുകൂടി ഇമോഷണൽ ആവുന്നുണ്ട് ഒരു സംശയം. അല്ല, പ്രത്യേകിച്ച് ആ സംഭവങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഏറ്റവും അടുത്ത് നിന്ന് കണ്ട ആളെന്ന് അല്ലേ, 61 വർഷത്തോളം സംഘപ്രചാരകനായി മാറിയ 3 വയസ്സിൽ എത്രത്തോളം സംഘത്തിലേക്ക് വന്ന അല്ലേ, വളരെ ചെറിയ പ്രായത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരും വേണ്ടപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ തീർച്ചയായും ഒരു വിദ്യാർത്ഥി ശാഖ തുടങ്ങിയിട്ട് കൊല ചെയ്യപ്പെടുന്നു. അവിടുത്തെ മാഹിയിലൊരു രവീന്ദ്രൻ അവിടുത്തെ തൊഴിലാളിയാണ്. ആ തൊഴിലാളി അങ്ങനെ ഇറങ്ങി അവർ തൊഴിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കൊല ചെയ്യപ്പെടുന്നു. അതേ മമ്പർ എന്നുള്ള ഒരു നമ്മുടെ സ്വയംസേവകനുണ്ട്, അയാളുടെ ടൈലറാണ്. അയാളുടെ തയ്യൽ അടുത്ത് കണ്ടുള്ള ചില മാർക്സിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാരെ കടയിൽ വരുന്നു, ലോഹ്യം പറയുന്നു. ഇയാൾ ഞാൻ നിങ്ങളെ ചായക്ക് ക്ഷണിക്കട്ടെ എന്ന് ചോദിച്ചു. അയാൾ ചായ കുടിച്ചു. എന്നിട്ട് അവിടുത്തെ കത്തിരി എടുത്തിട്ട് ഇയാളുടെ വയറ്റിൽ കുത്തുന്നു മാർക്സിസ്റ്റുകാരൻ. എന്തൊരു സംഗതിയാണ്.
തീർച്ചയായും ഒരു മിനിറ്റ്, നമുക്ക് ഒരു ചെറിയ ഇടവേള വേണം. തീർച്ചയായും ഈ ഒരു തിണ്ണ, അതായത് പ്രാന്തകാര്യത്തിന്റെ ഈ ഒരു തിണ്ണയ്ക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. സേതുവേട്ടനൊപ്പം ഒരുപാട് പേർ, ഹരിയേട്ടൻ, അനന്തേട്ടൻ, അങ്ങനെ പ്രിയപ്പെട്ട ഒരുപാട് പേര്, കഥ കൂടിയുണ്ട്.